വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ബയോളജി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്താ നമ്മൾ പഠിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് DNA എന്ന് പറയുന്ന ഒരു ആളെ പറ്റിയാണ് അല്ലേ. DNA എന്നാൽ എന്താണ്, അതിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താ അതിൻ്റെ ജോലി? അത് പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവജാലം ഉണ്ടാവുന്നതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആണെന്തെന്ന് പറയുന്നത് DNA എന്ന് പറയുന്നത് അല്ലേ. DNA അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മൾ പഠിച്ചു. കാരണം DNA ആണ് ആരുടെ അടുത്ത് പറയുന്നത്, നമ്മുടെ റൈബോസോമിൻ്റെ അടുത്ത് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ അമിനോ ആസിഡുകളെ എങ്ങനെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ആക്കണം. ആ പ്രോട്ടീൻ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്, സെല്ലുകളാവുന്നത്, സെല്ല് ടിഷ്യൂ ആകുന്നത്, ടിഷ്യൂ ഓർഗനും ഓർഗൻ സിസ്റ്റം ഒക്കെ ആവുന്നത് അല്ലേ. ആ പറയുന്ന DNA എവിടെയാണ് കാണപ്പെടുന്നത് പറഞ്ഞേ. ഒരു DNA കാണപ്പെടുന്നത് സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് എങ്ങനെ ഇരിക്കും? ന്യൂക്ലിയസിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രോമസോം ഉണ്ടാവും. ക്രോമസോമിനെ നമ്മൾ അൺവൈൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് DNA കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. ആ DNAയുടെ സ്ട്രക്ചർ എന്താ? ഡബിൾ ഹെലിക്സ് അല്ലേ. അത് കണ്ടുപിടിച്ചത് ആരാണ്? വാട്സണും ക്രിക്കും കൂടെ ചേർന്നതാണ്. അതിന് സഹായിച്ച ആരാണ്? റോസാലൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ ആരാണ്? മോറിസ് വിൽക്കിൻസിൻ്റെയും എക്സ്റേ ഡിഫ്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഡബിൾ ഹെലിക്സ് എന്ന് വിളിച്ചു അല്ലേ. ആ ഡബിൾ ഹെലിക്സിനകത്ത് ഇതുപോലെ അല്ലെ ഏണി ഇങ്ങനെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വെക്കുന്ന പോലത്തെ ഷേപ്പ്. അതിൽ ആ ഏണിയുടെ ആ പടികളെ നമ്മൾ വിളിച്ചത് റങ്സ് എന്നാണ്. അതുണ്ടാക്കിയിട്ടുള്ളത് നൈട്രോജൻ ബേസ് വെച്ചിട്ടാണ്. അങ്ങനെ എത്ര നൈട്രോജൻ ബേസ് ഉണ്ട്? 4 അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അത് പരസ്പരം അല്ലേ നമ്മുടെ ഈ പറയുന്ന പസിൽ ചേരുന്ന പോലെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുകളായിട്ടാണ് കൂടി ചേർന്നിട്ടുള്ളത്. ഈ സൈഡിലുള്ള ആ പറയുന്ന ആ ഏണിയുടെ ആ 2 വശങ്ങളുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? അത് ഒരു ഷുഗറും ഫോസ്ഫേറ്റും കൂടെ ചേർന്നിട്ടാണ് അല്ലേ. എന്താ ന്യൂക്ലിയോറ്റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രോജൻ ബേസ്. അതായത് ഒരു DNAയുടെ അടിസ്ഥാന ബിൽഡിംഗ് ബ്ലോക്കുകളാണ് എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയോറ്റൈഡ് എന്തെന്ന് പറയുന്നത് അല്ലേ. അതിൽ ഫോസ്ഫേറ്റ് പരസ്പരം ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്നു. അടിസ്ഥാനം എന്ന് പറയുന്നത് റൈബോ ഷുഗർ അല്ലെങ്കിൽ 5 കാർബൺ ഷുഗറാണ്. നൈട്രോജൻ ബേസുകൾ തമ്മിൽ ചേർന്നാണ് ആ ഏണിയുടെ പടികൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. പഠിച്ച കാര്യമാണ് അല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു RNA DNA അല്ലേ. ഈ പറയുന്ന DNA എങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നത്? ഞാൻ പറഞ്ഞു നോർമൽ കണ്ടീഷനകത്ത് ഈ പറയുന്ന ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ നമ്മൾ നൂഡിൽസ് കിടക്ക ഇത് കാണപ്പെടുന്നു. പക്ഷേ സെൽ ഡിവിഷൻ ആകുമ്പോൾ അതെന്തായിട്ട് മാറും? ക്രോമസോമുകളായിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന DNA ഒരു ന്യൂക്ലിയസ്, ഒരു പ്രോട്ടീൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റും അല്ലേ. ആ പ്രോട്ടീൻ്റെ പേരാണെന്ത്? ഹിസ്റ്റോൺ പ്രോട്ടീൻ. അങ്ങനത്തെ 8 ചേരുമ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ ആകും അല്ലേ. ആ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന DNA ചുറ്റും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂക്ലിയോസോം. അപ്പോൾ നൂലായിട്ടിരുന്നത് ഒരല്പം കട്ടിയുള്ള മുത്തുകൾ പോലെയായി. അത് പരസ്പരം കൂടി ചേർന്ന് ആണ് എന്തുണ്ടാവുന്നത്? ഈ താഴെ കാണുന്ന ഈ പറഞ്ഞ മൗസ് എന്താണ് മൊത്തം പ്രശ്നമാണല്ലോ. ഇത് കൂടി ചേർന്നാണ് താഴെ കാണുന്നത് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന ക്രൊമാറ്റിൻ ഫൈബറുകൾ ഉണ്ടാകുന്നത്. ഈ ക്രൊമാറ്റിൻ ഫൈബറുകൾ ചേർന്നിട്ടാണ് ക്രൊമാറ്റിഡ് ആവുന്നത്. അങ്ങനെയുള്ളൊരു ക്രൊമാറ്റിഡിനെയാണ് ഈ സെൻട്രോമിയർ എന്ത് ചെയ്യുന്നത്? പരസ്പരം ചേർത്ത് വയ്ക്കുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അങ്ങനെ ഒരു ക്രോമസോമിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഈ ക്രോമസോമുകളാണ് ഇവിടെ കാണുന്നത്, ന്യൂക്ലിയസിനകത്ത് കാണുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ മനുഷ്യൻ്റെ ക്രോമസോമിലോട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്രോമസോമുകളെ പറ്റി പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സെല്ല് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ്റെ സെല്ല് എടുത്തു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സെല്ല് നമ്മൾ എടുത്തു. ഒരു മനുഷ്യൻ്റെ സെല്ലിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്തോട്ട് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഈ ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഏതാണ്ട് ഈ ഒരു ഷേപ്പിലാണല്ലോ കാണുന്നത്. ഇങ്ങനെയുള്ള 1, 2, 3 എന്നിങ്ങനെ 23 ക്രോമസോം പെയറുകളാണ് കണ്ടത്. ഇങ്ങനെ 1, 2, 3 താഴെ പിക്ചർ അടക്കില്ല കണ്ടോ. ഇതുപോലെ 1, 2, 3, 4, 5 എന്നിങ്ങനെ മൊത്തം ഇവിടെ 22 പ്ലസ് ഇവിടെ ഒന്നും കൂടി ചേർത്ത് 23 പെയറാണ് നമ്മൾ എന്ത് ചെയ്തത്, മനുഷ്യൻ്റെ ശരീരത്തിൽ കാണുന്നത്. അതായത് മനുഷ്യൻ്റെ ബോഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബോഡിക്കകത്ത് മൊത്തം 23 പെയർ ക്രോമസോം അല്ലെങ്കിൽ 46 ക്രോമസോമുകളുണ്ട്. 23 ക്രോമസോം പെയറുകൾ അല്ലെങ്കിൽ 46 ക്രോമസോമുകൾ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്രോമസോമുകളാണ് എന്താക്കുന്നത്? ഇത് പറയുന്നതനുസരിച്ചാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു സെല്ലിനകത്ത് അല്ലെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന നമ്മുടെ ഒരു DNA എന്ന് പറയുന്ന കാര്യം, ആ DNA ഒരു സെല്ലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ 23 പെയർ ക്രോമസോമുകളുണ്ട്. ഒരു ക്രോമസോം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനത്തെ 23 പെയറുകൾ ക്രോമസോമുകളുണ്ട്. ഈ 23 പെയർ ക്രോമസോമിനകത്ത് നമുക്ക് തന്നെ 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്
സൊമാറ്റിക് ക്രോമസോമുകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സൊമാറ്റിക് ക്രോമസോമുകൾ. മറ്റൊന്ന് സെക്സ് ക്രോമസോമുകൾ. സൊമാറ്റിക് ക്രോമസോമുകളും സെക്സ് ക്രോമസോമുകളും. സൊമാറ്റിക് ക്രോമസോമിന് ഞാൻ വിളിക്കുന്ന പേര് ബോഡി ബിൽഡേഴ്സ് എന്നാണ്. എന്തുവാണ്? ബോഡി ബിൽഡേഴ്സ്. അതായത് നമ്മുടെ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം എങ്ങനെയാണ് രൂപപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ സൊമാറ്റിക് ക്രോമസോമുകളിൽ എഴുതി വെച്ചേക്കുന്ന കോഡ് അനുസരിച്ചാണ്. ഇത് മൊത്തം 22 പേരുണ്ട്. ഒരു പേരെന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ കണ്ടോ, 2 സ്ട്രാൻഡ്, നടുക്കൊരു സെൻട്രോസോം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പേർ. അങ്ങനെ മൊത്തം 22 പേരുകളാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത്. അതായത് നമ്മുടെ കണ്ണ് എങ്ങനെയാകണം, മുടി എങ്ങനെയാകണം, ശരീരം എങ്ങനെയാകണം, അല്ലേ, ഓരോ നമ്മുടെ ഇഞ്ച് ബൈ ഇഞ്ച് തീരുമാനിക്കുന്നത് ആരാണ്? ഈ പറയുന്ന സൊമാറ്റിക് ക്രോമസോമുകളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മൊത്തം ക്രോമസോമുകളുടെ എണ്ണം 23 പേർ അല്ലെങ്കിൽ 46 എണ്ണം. 23 പേർ. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു സെല്ലിലെ ഒരു ന്യൂക്ലിയസ് എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ 1, 2, 3, 4, 5 എന്നിങ്ങനെ 23 പെയർ ഓഫ് ക്രോമസോമുകൾ കാണാനായിട്ട് പറ്റും. ആ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 2 ഭാഗങ്ങൾ ചേർന്നിരിക്കുന്നു. നിങ്ങളങ്ങ് തൽക്കാലം ഓർത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ എണ്ണം 1, 2 എന്നാണ് എടുക്കുന്നതെങ്കിൽ അത് മൊത്തം എത്ര എണ്ണം വരും? 46 എണ്ണം എന്ന് പറയാം. അതാണ് ശരീരത്തിൽ 46 ക്രോമസോം അല്ലെങ്കിൽ 23 പേരുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള മൊത്തം ക്രോമസോമുകൾ നമ്മൾ നിരത്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 22 പേരുകളും ചെയ്യുന്നത് ബോഡി ബിൽഡിംഗ് ആണ്. എന്ന് വെച്ചാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമെന്നല്ല, നമ്മുടെ ശരീരം എങ്ങനെയാകണം എന്നുള്ള കോഡുകളാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇത് തന്നെ ബോഡി ബിൽഡേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ പിന്നെ ആരായി സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്? നമ്മൾ ഒരു സ്ത്രീ ആകണമോ ഒരു പുരുഷനാകണമോ ഒരു ട്രാൻസ്ജെൻഡർ ആകണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന ലാസ്റ്റ് 1 പെയറാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. ഇത്രയും സെറ്റാണല്ലോ. അപ്പോൾ ഹ്യൂമൻ ക്രോമസോമിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ. ഈ നോട്ട് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന നോട്ട് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? ഹ്യൂമൻ ക്രോമസോമുകളെ പറ്റിയിട്ടായിരുന്നു. ശരീരത്തിൽ 23 പെയർ ഓഫ് ക്രോമസോം അല്ലെങ്കിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. ഇതിനകത്ത് ഒന്നിനകത്ത് 2 ഐഡൻറ്റിക്കൽ ക്രോമസോമുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് 23 പേർ എത്രയായിട്ട് മാറിയത്? 46 എന്ന എണ്ണമായിട്ട് മാറിയത്. ആ പറയുന്ന പേരിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം, അതുപോലെ ഇങ്ങനെ ഒരു ഭാഗം, അല്ലേ? ഇതിൽ ഈ ഒരു ഭാഗം കിട്ടുന്നത് നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു ഭാഗം കിട്ടുന്നത് നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നുമാണെന്ന് ഓർത്തു. ഈ ഒരു ഭാഗം കിട്ടുന്നത് നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു ഭാഗം കിട്ടുന്നത് നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നും. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ക്രോമസോമുകൾ, അച്ഛനും അമ്മയും മനുഷ്യന്മാരാണല്ലോ, അല്ലേ? അപ്പോൾ അവരുടെ ക്രോമസോമുകൾ ഒരേപോലെയുള്ള ക്രോമസോമുകൾ ചേർന്നാണ് ഈ ഒരു പേർ ഉണ്ടാകുന്നത്. അതിനാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള ക്രോമസോമുകൾ എത്രയായിട്ട് തിരിക്കാമെന്നാണ് പറഞ്ഞത്? 2, സൊമാറ്റിക് ക്രോമസോമും സെക്സ് ക്രോമസോമും. അത് നമുക്ക് സൊമാറ്റിക് എന്താണെന്ന് നോക്കാം. കണ്ടോ, സൊമാറ്റിക് ക്രോമസോമിനെ ഞാൻ വിളിച്ചെന്താണ്? ബോഡി ബിൽഡർ. നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സൊമാറ്റിക് ക്രോമസോമിനെ നമ്മൾ എന്തെന്ന് പറയും? ബോഡി ബിൽഡേഴ്സ് എന്ന് പറയും. കാരണം നോക്കിയേ, ദീസ് ആർ ദ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ബോഡി ട്രൈറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ്, കാഴ്ച, കണ്ണിൻ്റെ കളർ, മെറ്റബോളിസം, എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ഇവരാണ്. അങ്ങനെ 22 പേരാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. 22 പേരെന്ന് പറയുമ്പോൾ ഇരട്ടി 44 ക്രോമസോം ഈ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, മറ്റൊന്ന് നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നുമാണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1, 2, 3 നമ്പർ ചെയ്തിട്ടുണ്ട് വലിപ്പം അനുസരിച്ച്. 1 ഏറ്റവും വലുത്, 22ാമത്തത് ഏറ്റവും ചെറുത് എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്പർ ചെയ്തിട്ടുണ്ട്. ജീൻസ് ഫോർ ബ്ലഡ് ടൈപ്പ്, ബോൺ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ഈ പറയുന്ന സൊമാറ്റിക് ക്രോമസോമുകളാണ്. അപ്പോൾ സൊമാറ്റിക് ക്രോമസോമുകൾ മൊത്തം എത്ര എണ്ണം ഉണ്ടടാ? 22 പേർ അല്ലെങ്കിൽ 44 എണ്ണം. അതിലെ കുറച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന്, പകുതി അമ്മയുടെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് നമ്മുടെ രീതി. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്പർ ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്നിങ്ങനെ 22 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിൽ 1 ഏറ്റവും വലുത്, 22ാമത്തെ ഏറ്റവും ചെറുത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്? ദീസ് ആർ കോൾഡ് ജെൻഡർ ഡിസൈഡേഴ്സ്. നമ്മുടെ ജെൻഡർ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. ഇവർ 2 ടൈപ്പാണ് ഉള്ളത്. എക്സും ഉണ്ട്, വൈയും ഉണ്ട്. എന്തുകൊണ്ട്? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. ഈ എക്സ് എന്ന് പറയുന്ന ക്രോമസോമുകൾ കുറച്ച് വലിയ ക്രോമസോമുകളാണ്. വൈ എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ക്രോമസോമുകളും ആണ്. നമുക്ക് 2 രീതി വരാം. ഒന്നുകിൽ എക്സ് വൈ വരാം, അല്ലെങ്കിൽ എക്സ് എക്സ് വരാം. എന്ത് വരാം? അതായത് നമ്മുടെ അച്ഛൻ്റെ ക്രോമസോമും അമ്മയുടെ ക്രോമസോമും കൂടി ചേരുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ എക്സും വൈയും കൂടി ചേർന്ന് എക്സ് വൈ ക്രോമസോമോ സെക്സ് ക്രോമസോം ആകാം, അല്ലെങ്കിൽ എക്സ് എക്സ് ആകാം. ഇതിൽ എക്സ് വൈ ആണ് നമുക്ക് ആവുന്നതെങ്കിൽ നമ്മളൊരു പുരുഷനായി മാറുകയും എക്സ് എക്സ് ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു സ്ത്രീയായി മാറുകയും ചെയ്യും.
ഓക്കെ, ഇത് നമ്മുടെ പറയുന്ന എന്താണ്, ഈ പറയുന്ന ഗ്യാമേറ്റുകൾ നമ്മൾ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ആരാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്താണ് സെക്സ് ക്രോമസോം? ദീസ് ആർ ദ ക്രോമസോംസ് ദാറ്റ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമുക്കങ്ങനെ ഒറ്റ പേരേ ഉള്ളൂ, അതായത് 2 എണ്ണം കാണും. ഏതൊക്കെയാണ്? XX ആണെങ്കിൽ അത് ഫീമെയിൽ, XY ആണെങ്കിൽ അത് മെയിൽ. ഇതല്ലാതെ കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ പോലെയുള്ള ജനിതക രോഗങ്ങളും ഈ പറയുന്ന ആളുകൾ തീരുമാനിക്കും. നമുക്ക് തൽക്കാലം സെക്സ് ഡിസൈഡിങ്ങിനെ പറ്റി മാത്രം പഠിച്ചാൽ മതിയാവും. Y ക്രോമസോമുകൾ കമ്പാരിറ്റീവ്ലി എന്താണ്, ചെറുതാണ്. X കുറച്ചുകൂടെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്രോമസോമുകൾ എന്ന് പറയുന്നു, മനുഷ്യൻ്റെ ക്രോമസോമുകൾ എന്ന് പറയുന്നു. അപ്പോൾ DNA എന്ന് പറയുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റുന്നു, മുത്തുകൾ പോലെ ആകുന്നു. അതൊരു കട്ടിയുള്ള ചെയിനായിട്ട് മാറി ചുരുണ്ടുകൂടി ഇരിക്കുമ്പോഴാണ് എന്താകുന്നത്, നമ്മുടെ ഈ പറയുന്ന ക്രോമസോമായിട്ട് മാറുന്നത്. അങ്ങനെയുള്ളൊരു ക്രോമസോം പേരുള്ള പകുതി അച്ഛൻ പകുതി അമ്മ എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ഹ്യൂമൻ ബോഡിയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് മൊത്തം 46 എണ്ണം അല്ലെങ്കിൽ 23 പേരുണ്ട്. അതിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, സൊമാറ്റിക് ക്രോമസോമുകളെന്നും സെക്സ് ക്രോമസോമുകളെന്നും. 22 പേർ അല്ലെങ്കിൽ 44 എണ്ണം എന്ന് പറയുന്നത് എന്ത് തീരുമാനിക്കും, നമ്മുടെ ശരീരം എങ്ങനെ രൂപപ്പെടണമെന്നുള്ള കോഡുകളാണ് അതിനകത്ത് എഴുതി വച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ത്രീ ആവണോ പുരുഷനാവണോ എന്നുള്ളത് എഴുതി വെച്ചേക്കുന്നത് ഒറ്റ പേരിലാണ്. അതാണ് നമ്മുടെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. അത് XX എന്നാണ് വന്നെങ്കിൽ നമ്മൾ സ്ത്രീയും, XY ആണ് വന്നതെങ്കിൽ നമ്മൾ പുരുഷനുമായിട്ട് മാറും. കണ്ടോ, സ്ത്രീ ആണെങ്കിൽ XX, മൊത്തം 46 ക്രോമസോമാണ് ഉള്ളത്. അതിൽ 44 എന്ന് പറയുന്നത് സൊമാറ്റിക്കും, ഈ പറയുന്ന XX എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, നമ്മുടെ സെക്സ് ഡിസൈഡ് ചെയ്യുന്ന ക്രോമസോമും ആവും. XY ആണെങ്കിലും 46 തന്നെ എന്തായിട്ട് മാറും, പുരുഷനായിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ സ്ത്രീ പുരുഷൻ എന്ന രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ടേബിളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചു. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോമസോമുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. അതായത് 44 നമ്മുടെ നമ്മുടെ സൊമാറ്റിക് ക്രോമസോമുകളുണ്ട്. ഒന്നുകിൽ XX വരണം അല്ലെങ്കിൽ XY വരണം. ഇതാണ് നോർമൽ കണ്ടീഷൻ. പക്ഷേ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ XO ആയിട്ട് മാറും. അതായത് ഈ പറയുന്ന സെക്സ് ഹോർമോണിൽ ഒരെണ്ണം കാണാതിരിക്കും. അതിനാണ് നമ്മൾ ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. സ്ത്രീകളിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ചില കേസുകൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ XX ആയി ഒരു X എക്സ്ട്രാ കയറി വരും. നമ്മളതിന് XXX സിൻഡ്രോം എന്ന് പറയും. അതും സ്ത്രീകളിലാണ്. ഭാഗ്യം വെച്ചാൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാൽ പുരുഷന്മാർക്ക് വരുന്ന പ്രശ്നമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, 44 സൊമാറ്റിക് ക്രോമസോമിൻ്റെ കൂടൊപ്പം എന്ത് വരും, XX പ്ലസ് ഒരു Y വരും. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ കിൽ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയും. കിൽ ഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയും. പിന്നെ വരുന്നതാണ് 44 പ്ലസ് XYY വരും. എക്സ്ട്രീംലി ഹൈപ്പർ പുരുഷന്മാരായിട്ട് മാറും. നമ്മളതിനെ XYY സിൻഡ്രോം എന്നും പറയും. ഒന്ന് അറിഞ്ഞിരുന്നു? ഇത് പണ്ട് കിൻ ഫിൽട്ടർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം ഒക്കെ പഠിക്കണമായിരുന്നു. നിങ്ങൾ ബയോളജി എടുത്ത് വലിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. സെറ്റല്ലേ? ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അടിപൊളി ഒരു ടോപ്പിക്കിലോട്ട് പോകാൻ പോവുകയാണ്. അതാണ് ജീൻ. ഇതുമാണ് ജീൻ. ഞാൻ ഒരു ചെറിയൊരു കഥ വീണ്ടും പറഞ്ഞുതരാൻ പോവുകയാണ്. കഥ പറഞ്ഞുതരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ DNA, ഈ പറയുന്ന ജീന്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടത്തെ ഈ പറയുന്ന കാസറ്റുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓട്ടെ, നിങ്ങൾ ഫിലിം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഫിലിം എന്ന് പറഞ്ഞിങ്ങനെ ഓരോ സ്ക്വയർ കട്ടകൾ പോലെ ഇരിക്കുന്ന ഫിലിം കണ്ടിട്ടുണ്ടാവുമല്ലോ. പണ്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഫിലിം ക്യാമറയിലാണ്. ഈ ഫിലിം നിങ്ങൾ ഒന്ന് അറിയാമെങ്കിൽ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ പഠിച്ച DNAയും അതുപോലെ ജീനും അതുപോലെ നമ്മളെ ക്രോമസോമും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ക്ലാസ് ഞാനത് പറയാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഒരുപാട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുമ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകുമെന്നുള്ളത് വെച്ചാൽ അന്ന് പറഞ്ഞില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു സിനിമ കാണുക. നമ്മൾ എന്ത് കാണുകയാണ്? ഒരു സിനിമ കാണുക. ഈ ഫിലിം എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന മെഷീനിട്ട് ഓടിക്കുമ്പോഴാണല്ലോ നമ്മൾ എന്ത് കാണുന്നത്? ഒരു സിനിമ കാണുന്നത്. ഈ സിനിമയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് നിങ്ങളൊന്ന് വിചാരിച്ച്. ഒരു ഫിലിമിനകത്ത് എന്താണോ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതനുസരിച്ചാണല്ലോ സിനിമ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് എങ്ങനെ ആകണമെന്ന് എഴുതി വെച്ചേക്കുന്ന ഫിലിമിൻ്റെ പേരാണ് DNA. ഇതുമാണ് DNA. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DNA എന്ന് വിളിക്കുന്നത്. ഈ DNA എന്ന് പറയുന്ന ഫിലിം ഈ പറയുന്ന റൈബോസോം എന്ന് പറയുന്ന ഒരു മെഷീനിട്ട് പ്ലേ ചെയ്യുമ്പോഴാണ് അതനുസരിച്ച് എന്തുണ്ടാവുന്നത്? പിക്ചർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീനുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി എങ്ങനെ ആകണമെന്ന് തീരുമാനിക്കുന്ന ബേസിക് സാധനം ആരാണ്? DNA ആണ്. ഈ DNA നിങ്ങൾ തന്നെ ആലോചിക്കുക. നമ്മൾ ഈ ഫിലിം എന്ന് പറയുന്ന സാധനം നീട്ടിയിട്ട് തന്നെ ഒരുപാട് ലെങ്ത് ഉണ്ട്.
നമ്മളതെന്താണ് ക്യാരി ചെയ്യാൻ സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇങ്ങനെ ചുരുട്ടി കാസറ്റിനകത്ത് ഇങ്ങനെ വെച്ചേക്കും. ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കുന്ന കാസറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രോമസോം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ക്രോമസോം എന്ന് വിളിക്കുന്നത്. ഐഡിയ കിട്ടിയോ? നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ലെങ്ക് എടുക്കുക, നമുക്ക് ക്യാരി ചെയ്യാൻ സുഖത്തിൽ നമ്മൾ ചുരുട്ടി എന്ത് ചെയ്യും, കാസറ്റിനകത്ത് വെച്ചേക്കും. അതുപോലെ കാസറ്റിനകത്ത് ചുരുട്ടി വെച്ചേക്കുന്ന, ന്യൂക്ലിയസിനകത്ത് ചുരുട്ടി വെച്ചേക്കുന്ന DNA ആണ് എന്തെന്ന് പറയുന്നത്, ക്രോമസോം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ക്രോമസോം എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജീനുകളെ പറ്റിയാണ്. ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിനകത്തൊരു ജീൻ എന്ന് പറയുന്നത്? എടാ, ഒരു ഫിലിമിനെയാണ്, ഓക്കെ, എന്താണ്, ഒരു ഫിലിമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ജീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 2-3 ഫിലിമുകൾ ചേരുന്ന ഒരു പെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ജീൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന കാസറ്റിൽ നിന്ന് എനിക്കൊരു പാട്ട് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കറിയാം, ഇത് പണ്ട് കണ്ടിട്ടുള്ള പിള്ളേരാണ്, നിങ്ങളെങ്കിൽ അറിയാൻ പറ്റും അല്ലേ, നമ്മൾ കുറേ ദൂരെ ഇതിങ്ങനെ കറങ്ങുമ്പോഴാണ് ഒരു പാട്ട് മൊത്തം ആവുന്നത്. അപ്പോൾ ഒരു പാട്ട് മൊത്തം ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ആ ഫിലിമിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ ഇതിനകത്ത് മൊത്തം എന്തായിരിക്കും, ഒരു സോങ് ആയിരിക്കും എടുത്ത് വെച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗം എങ്ങനെ ആകണം എന്ന് തീരുമാനിച്ച് വെച്ചേക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഒരു ജീൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ഫിലിമിലെ ഒരു ഭാഗം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ 2-3 എണ്ണം ചേർന്നിരിക്കുന്നതും ആയിരിക്കാം. ഇതാണ് ഒരു ജീൻ എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് എ ന്യൂക്ലിയോടൈഡ് ഇൻ എ DNA. എന്തുവാ സംഭവം നോക്കിയോ, കണ്ടോ, ഇതൊരു ഫുള്ള് DNA. ഈ DNA എന്നൊരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ജീന് കിട്ടും. ബാക്കി കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും, മറ്റൊരു DNA, മറ്റൊരു ജീന് കിട്ടും. ആ ജീനിനകത്ത് ഇങ്ങനെ കോഡ് എഴുതി വെച്ചേക്കാണ് കേട്ടോ, CAGTTACCTA. ഇത് വായിച്ചിട്ട് ഇതനുസരിച്ചാണ് എന്തുണ്ടാവുന്നത്, പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്. ലോജിക്ക് പിടി കിട്ടിയോ? അപ്പോൾ ഒരു ജീൻ എന്ന് വെച്ചാൽ എന്താണ്, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡിനെ ജീൻ അല്ലേ, ന്യൂക്ലിയോടൈഡുകളുടെ ഒരു സ്പെസിഫിക് സീക്വൻസ്, ഒരു ഭാഗം, ഒരു ചെറിയ പീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജീൻ എന്ന് വിളിക്കുന്നത്. ഈ ജീനാണ് എന്തിനു സഹായിക്കുന്നത് സത്യത്തിൽ, സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നത് ആരാണ്, ഈ പറയുന്ന ജീനുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്തുണ്ടാവുന്നത്, പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന ഒരു DNA ഇങ്ങനെ ഡബിൾ ഹെലിക്സ് ഇരിക്കുകയല്ലേ, ഇതിന് ഈ പറയുന്ന ഇവിടെ 2 കോഡില്ലേ, അതിന് ഏത് കോഡ് നമ്മൾ എടുക്കുമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഈ പറയുന്ന DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഡബിൾ ഹെലിക്സിൽ നിന്ന് നമ്മളൊരു പകുതി കട്ട് ചെയ്ത് മാറ്റുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ താഴെ കാണുന്ന പോലത്തെ ഒരു പിക്ചർ കിട്ടും. കണ്ടോ, ഇവനെയാണ് നമ്മൾ RNA എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, RNA എന്ന് വിളിക്കുന്നത്. ഈ RNA നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, ഒരു നൈട്രജൻ ബേസ് മാത്രമേ ഉള്ളൂ, ആണോ അല്ലേ? ഈ ഒരു നൈട്രജൻ ബേസിൻ്റെ കോഡ് കണ്ടോ, AUCGAU എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരുന്നൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, RNA എന്ന് പറയുന്നത്. അപ്പോൾ DNAയുടെ ഒരു പകുതിയാണ് RNA എന്ന് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഓർത്ത് വെച്ചോ. DNA ആദ്യം കുറിച്ച് നമുക്ക് എന്ത് കിട്ടും, RNA കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം അതുപോലെ അല്ല, വ്യത്യാസമുണ്ട് തൽക്കാലം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നോട്ടിലോട്ട് പോവുകയാണ്. എന്തുവാണ് ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ വാട്ട് ഈസ് എ ജീൻ? DNA-യുടെ ഒരു കഷ്ണം, അതാണ് ജീൻ എന്ന് പറയുന്നത്. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് എ ന്യൂക്ലിയോടൈഡ് ഇൻ എ DNA. ഫംഗ്ഷൻ എന്താണ്? Proteins which are synthesized according to the instruction of the genes are responsible for the formation of the characteristic feature and for controlling metabolic activities. കണ്ടോ, ഈ പറയുന്ന ജീൻ സീക്വൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനത്തെ പ്രോട്ടീനുകൾ ഉണ്ടാവണമെന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ മതി, ഈ അക്ഷരങ്ങളൊരു കോഡാണ്. നമ്മൾ ഈ പറയുന്ന CD-ക്കകത്തൊക്കെ ബൈനറി 0-1 കോഡുകൾ വെച്ചിട്ടല്ലേ സിനിമകൾ മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്കിൽ അങ്ങനെയല്ലേ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ ഈ പറയുന്ന DNA-ക്കകത്ത് ഇങ്ങനെ കോഡുകളാക്കി എഴുതി വെച്ചേക്കാണ് നമ്മുടെ ശരീരം എങ്ങനെ രൂപപ്പെടണമെന്ന്. സെറ്റല്ലേ? അപ്പോൾ വരുന്നു RNA. RNA എന്താണ്? RNA എന്ന് പറയുന്നത് ലിവിങ് സെല്ലിൽ കാണുന്ന ഒന്നാണ്. ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഡിയോക്സി എന്ന് പറയുമ്പോൾ DNA വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ കുറവാണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അല്ല, ഇവിടെ ഒരു ഓക്സിജൻ കൂടുതലാണ്, മാറിപ്പോയി. ഇതിൽ നിന്നൊരു ഓക്സിജൻ കുറയുമ്പോഴാണ് എന്താവുന്നത്, DNA ആവുന്നത്. ഓക്കെ, എന്താ എൻ്റെ പ്രധാന റോൾ? പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. അതായത് നോക്കിയേ, സാധാരണ സിംഗിൾ സ്ട്രാൻഡിലാണ് ഇവർ കാണപ്പെടുന്നത്. എങ്ങനെയാണ് കാണപ്പെടുന്നത്? സിംഗിൾ സ്ട്രാൻഡിലാണ് കാണപ്പെടുന്നത്. ഇതും ന്യൂക്ലിയോടൈഡ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 സ്ട്രാൻഡ് ഇല്ല, ഒറ്റ ഇതേ ഉള്ളൂ അല്ലേ, ഡബിൾ ഹെലിക്സ് ഇല്ല. ഈ പറയുന്ന ഒറ്റ സ്ട്രാൻഡിലാണ് ആശാൻ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. എന്തൊക്കെ ഉണ്ട്? ഒരു റൈബോ ഷുഗർ ഉണ്ട്. അവിടെ നമ്മൾ എന്താണ്, നമ്മളവിടെ പെൻഡോ ഷുഗർ 5 ഷുഗർ ഉള്ള കാര്യം പറഞ്ഞില്ലേ. ഇവിടെ എന്താണ്, ഇവിടെ റൈബോ ഷുഗർ അതുപോലെ തന്നെ ഉണ്ട്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. വ്യത്യാസം നൈട്രജൻ ബേസിലാണ് വ്യത്യാസം. അവിടെ നമ്മൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ വരുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിന് പകരം ഇവിടെ യുറാസിൽ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഉള്ളത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിലല്ല ഇപ്പോൾ ഇത് പോകുന്നത്. കാരണം
ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന DNA എന്ന് പറയുന്ന സാധനം RNA പറഞ്ഞിട്ട് നേരെ പ്രോട്ടീൻ സിന്തസിസിലോട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടോ ഈ mRNA അതുപോലെ tRNA ഒക്കെ വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രോട്ടീൻ സിന്തസിസ് പറഞ്ഞുതരാം. അതാണ് കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത്. ഈ RNA ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടീൻ സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. RNA 3 തരത്തിലുണ്ട്. ഒന്ന് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. എന്തുവാണ് mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ഈ വണ്ടിയുടെ ഈ പറഞ്ഞ താക്കോലിൻ്റെ പ്രിൻ്റ് ഉണ്ടാക്കാൻ നമ്മൾ സോപ്പിൽ ഈ താക്കോൽ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സോപ്പിൽ താക്കോലിൻ്റെ അതേ ഷേപ്പ് വരത്തില്ലേ? അപ്പോൾ അതേ ഷേപ്പിൽ നമ്മൾ വീണ്ടും കുറച്ച് മെറ്റൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു താക്കോൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കള്ളത്താക്കോൽ ഉണ്ടാക്കുന്ന പരിപാടി. അതുപോലെ ഒരു DNA കോപ്പി ചെയ്യുന്ന ആളാണ് ആര്? mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. mRNA എ ഫോട്ടോ കോപ്പി ഓഫ് ദ റെസിപ്പി ഇൻ ദ DNA എഴുതി വെച്ചേക്കുന്ന ആ കോഡിനെ കോപ്പി എടുത്ത് ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA ചെയ്യുന്നത്. അടുത്ത് വരുന്നത് tRNA അഥവാ ട്രാൻസ്ഫർ RNA. tRNAയുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിങ് അമിനോ ആസിഡ് ടു ദ റൈബോസോം ടു മേക്ക് പ്രോട്ടീൻ. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ന്യൂക്ലിയസിനകത്താണ് എന്തിരിക്കുന്നത്? DNA ഇരിക്കുന്നത്. DNAക്ക് ന്യൂക്ലിയസ് വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. എന്നാൽ ഈ റൈബോസോം എന്ന് പറയുന്ന സ്ഥാനം ഇതിനകത്താണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടെ ഈ DNA എഴുതിയിരിക്കുന്ന കോഡ് എവിടെ എത്തിക്കണം? ഈ പറയുന്ന റൈബോസോമിൽ എത്തിക്കണമെങ്കിൽ എന്താദ്യം ചെയ്യും? ഇവിടെ ആദ്യം mRNA വരും. എന്താ വരും? mRNA വന്നിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സീക്വൻസ് കോപ്പി ചെയ്തിട്ട് ന്യൂക്ലിയസിൽ നിന്ന് ചാടി അവൻ എവിടെ എത്തും? നേരെ റൈബോസോമിൽ എത്തിയിട്ട് കോഡ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന റൈബോസോമിനകത്ത് ആരുണ്ട്? rRNA ഉണ്ട്, അഥവാ റൈബോസോമൽ RNA ഉണ്ട്. അവൻ്റെ ജോലി എന്തുവാണ്? അവൻ്റെ ജോലി ഈ പറയുന്ന അമിനോ ആസിഡ് നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചില്ലേ? മൂന്ന് അമിനോ ആസിഡുകൾ ചേർത്ത് പെയറാക്കി പുറത്തു വിടുക എന്നുള്ളതാണ് അവൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു വിടുക. അപ്പോൾ ഇതിനകത്ത് അമിനോ ആസിഡ് വരണ്ടേ? ഈ അമിനോ ആസിഡിനെ സെല്ല് മൊത്തം തപ്പി കൊണ്ടുവരിക എന്നുള്ളതാണ് ആരുടെ ജോലി? tRNAയുടെ ജോലി. tRNA ആണ് ഇവിടുത്തെ സീക്വൻസ് അനുസരിച്ച് ആവശ്യത്തിന് സാധനത്തിന് സപ്ലൈ ചെയ്യുന്ന RNA അല്ലേ? TNA ആക്ട് എസ് എ ഡെലിവറി വർക്കർ ബ്രിങ്ങിങ് ദ റൈറ്റ് ഇൻഗ്രീഡിയൻസ്. ഇത് ഈ ചോപ്പിൽ എഴുതിയിരിക്കുന്ന ദയവ് ഇത് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കല്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഞാൻ തന്നതാണ്. ചോപ്പിൽ കിടക്കുന്ന ഒരിക്കലും എന്ത് ചെയ്യരുത്? പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്. ഓക്കെ, അത് mRNA ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് വരുമെന്നൊന്നും പരീക്ഷയ്ക്ക് എഴുതരുത്. നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. tRNA അപ്പോൾ ഡെലിവറി ബോയ് ആണ്, അല്ലെങ്കിൽ എന്താണ്? സപ്ലയർ ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അവനാണ് ഈ പറയുന്ന അമിനോ ആസിഡുകളെ ആർക്ക് കൊണ്ട് കൊടുക്കുന്നത്? റൈബോസോമിൽ കൊണ്ട് കൊടുക്കുന്നത്. ഈ പറയുന്ന mRNA ആണ് കോഡിന് ആർക്ക് കൊണ്ട് കൊടുക്കുന്നത്? റൈബോസോമിൽ കൊടുക്കുന്നത്. അകത്തിരുന്നതിന് ഒട്ടിച്ചൊട്ടിച്ച് പ്രിൻ്റ് അടിച്ചു വിടുന്ന ജോലിയാണ് ആർക്കുള്ളത്? rRNAക്കുള്ളത്. ദ പ്രൈമറി കമ്പോണൻറ്റ് ഓഫ് ദ റൈബോസോം ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ബോണ്ട് ബിറ്റ്വീൻ ദ അമിനോ ആസിഡ്. ഇതാണ് 3 ടൈപ്പ് RNA. അപ്പോൾ ഒന്നും കൂടെ, RNA എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഡബിൾ ഹെലിക്സ് ഇല്ല, സിംഗിൾ ഹെലിക്സേ ഉള്ളൂ. അത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. ഈ പറയുന്ന താഴത്തെ പോയിന്റ് പഠിക്കേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഓക്കെ, അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ. സൈമിന് വരെ എന്ത് വരും? യുറാസിൽ വരും എന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവം? ഈ പറയുന്ന പ്രോട്ടീനുകൾ, ഓക്കെ, ഈ പറയുന്ന നമ്മുടെ നൈട്രോജൻ ബേസുകൾ എവിടെയുണ്ട്? നമ്മുടെ റൈബോസോമിനകത്ത്, RNAക്കകത്ത് ഉണ്ട്. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് പ്രോട്ടീൻ സിന്തസിസിലോട്ട് പോവാം. RNA എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഒരുത്തൻ മെസ്സേജ് കോപ്പി ചെയ്യുന്നവൻ, മറ്റൊരുത്തൻ ഇവിടെ ഇതിനകത്തിരുന്ന് സാധനങ്ങൾ ഒട്ടിച്ചു വിടുന്നവൻ, മറ്റൊരുത്തൻ കൊണ്ടുവരുന്നവൻ. ഓക്കെ ആണല്ലോ. rRNA. ശരി, പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങാൻ പോവുകയാണ്. ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് ആരുള്ളത്? DNA ഉള്ളത്. ഈ DNAയിൽ നിന്നും ഒരു കോപ്പി ഉണ്ടാക്കും ആര്? mRNA. DNAയിൽ നിന്നും ഒരു കോപ്പി ഉണ്ടാക്കും mRNA. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നു. അതായത് കണ്ടോ, DNA-യിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ ഇവൻ വന്നിട്ട് ഈ കാണുന്ന കോഡിനെ ഇതിനകത്തോട്ട് എഴുതിയെടുത്തിട്ട് ഈ കോഡിനെ കൊണ്ട് പതുക്കെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ വന്ന് ഇവിടെ കൊണ്ടു കൊടുക്കും? റൈബോസോമിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഇവൻ്റെ പേരാണ് മെസ്സഞ്ചർ RNA അഥവാ mRNA. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ DNA-യിലുള്ള കോഡിനെ കോപ്പി എടുത്ത് അതിനെ ന്യൂക്ലിയസിൽ നിന്ന് വന്ന് റൈബോസോമിൽ കൊണ്ടു കൊടുക്കുന്നവൻ്റെ പേര് mRNA. പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ട്രാൻസ്ക്രിപ്ഷൻ. റൈബോസോം അതിനെ വായിച്ചെടുത്തു, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്ലേഷൻ. റൈബോസോം അതിനെ വായിച്ചിട്ട് ചുമ്മാ ഇരിക്കുകയോ ഇല്ല. റൈബോസോം ഇതിനെ വായിച്ചെടുത്തിട്ട് ആരെ വിളിച്ച് പറയും? tRNA വിളിച്ച് പറയും. എടാ tRNA ഇത്രത്തോളം അമിനോ ആസിഡുകൾ ഈ ഒരു ഓർഡറിൽ എനിക്ക് കൊണ്ടുതാന്ന് പറയും. അപ്പോൾ ഈ അമിനോ ആസിഡുകൾ ആര് കൊണ്ട് കൊടുക്കും? tRNA അഥവാ ട്രാൻസ്ഫർ RNA ആർക്ക് കൊണ്ട് കൊടുക്കും? റൈബോസോമിന് കൊണ്ട് കൊടുക്കും.
ഈ റൈബോസോമിനകത്താണ് ആരിയിരിക്കുന്നത്, RNA ഇരിക്കുന്നത്. അവനാണ് എന്ത് ചെയ്യുന്നത്, കണ്ടോ, ഈ പറയുന്ന ഉണ്ടയായിട്ട് പേറുകളാക്കി പ്രോട്ടീനെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് ആ അമിനോ ആസിഡുകളെ ചേർത്ത് പ്രോട്ടീനാക്കി പുറത്ത് വിടുന്ന ആരാണ്, റൈബോസോമാണ്. അതിനകത്തിരിക്കുന്ന ആരാണ്, RNA ആണ്. ഒന്നുകൂടെ പറയാമല്ലോ, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തുവാണ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ്. എന്താ ട്രാൻസ്ക്രിപ്ഷൻ, DNA കോഡിനെ mRNA കോപ്പി ചെയ്തിട്ട് ന്യൂക്ലിയസിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടു കൊടുക്കും, റൈബോസോമിൽ കൊണ്ടുവന്ന് കൊടുക്കും. റൈബോസോം അതിനെ വായിച്ചിട്ട് ഏത് ഓർഡറിലാണ് അമിനോ ആസിഡ് വേണ്ടതെന്ന് RNA എടുത്ത് പറയും. RNA കൃത്യം ആ ഓർഡറിൽ ഇതാ കണ്ടോ അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നത് കണ്ടോ, അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവൻ അങ്ങോട്ട് പോകും. കേട്ടോ, ആരോ മാർക്ക് കണ്ടോ പോകുന്ന വഴി. അങ്ങനെ ഇതിനകത്ത് വെച്ച് ഈ പറഞ്ഞ സംഭവത്തിൽ ഒട്ടിച്ച് സെറ്റാക്കുക ആരുടെ ജോലിയാണ്, അത് RNAയുടെ ജോലിയാണ്. മൊത്തം പ്രോസസ്സ് നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ 2 പരിപാടികളാണ് ഉള്ളത് അല്ലേ. പ്രോട്ടീൻ സിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്, സെല്ല് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതാണ്. ഇത് നടക്കുന്ന 2 പ്രോസസ്സിലൂടെയാണ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. അത് ട്രാൻസ്ക്രിപ്ഷൻ എവിടെ നടക്കുന്നു, ന്യൂക്ലിയസിൽ നടക്കുന്നു. എന്താ പരിപാടി, ദ DNA carries the genetic code. The mRNA is formed from a specific nucleotide sequence or gene in DNA. ഈ പറയുന്ന ഒരു ജീനിനകത്തുള്ള സാധനങ്ങൾ, ജീനെന്ന് വെച്ചാൽ അറിയാലോ DNA ഒരു കഷ്ണം, അതിൽ നിന്ന് കോഡ് കറക്റ്റായിട്ട് ആര് കോപ്പി ചെയ്യും, mRNA കോപ്പി ചെയ്യും. ദ mRNA ഈസ് മെയ്ഡ് യൂസിങ് ദ DNA ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതനുസരിച്ച് DNA അനുസരിച്ച് കോപ്പിയാണ് ആർക്കുണ്ടാകുന്നത്, mRNA ഉണ്ടാക്കുന്നത്. ദിസ് mRNA carries the genetic message from the nucleus to the cytoplasm. ഈ പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ കാണുന്ന ഭാഗത്തിനാണ്, ഇതിനാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്, സെല്ലിനകത്ത് കിടക്കുന്ന ഭാഗം. അതിനകത്തുള്ള റൈബോസോമിലേക്ക് എന്ത് ചെയ്യും, ഇവനെ കൊണ്ടുവന്ന് കൊടുക്കും. ട്രാൻസ്ക്രിപ്ഷൻ കണ്ടോ, mRNA formed from a specific nucleotide sequence in the DNA with the help of various enzymes. The mRNA contains the message for the protein synthesis. രണ്ടാമത്തെ പ്രോസസ് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ, രണ്ടാമത്തെ പ്രോസസ്സ് പറയാം നോക്കിയേ. ദ mRNA റീച്ചസ് ദ റൈബോസോം. ഇതാണ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം. mRNA എവിടെ എത്തും, റൈബോസോമിലെത്തും. The ribosome read the mRNA in the group of 3 bases called codons. ഈ കോഡോൺസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതെന്ത് ചെയ്യും, 3 കോഡുകൾ വെച്ചാണ് വായിക്കുന്നത്. അതാണ് നടക്കുന്ന പ്രോസസ്സ്. ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും, ബ്രിങ്സ് ദ കറക്റ്റ് അമിനോ ആസിഡ് അക്കോർഡിംഗ് ടു ദ mRNA കോഡ്. mRNA കോഡിനനുസരിച്ച് കറക്റ്റ് ഓർഡറിൽ tRNA എന്തോന്ന് കൊടുക്കും, അമിനോ ആസിഡ് ഒന്ന് കൊടുക്കും. ദ അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ടുഗദർ ടു ഫോം ദ പ്രോട്ടീൻ ചെയിൻ. ഇത് ചെയ്യുന്ന ആരാണ്, RNA ആണ്. ഇവൻ്റെ പേരാണ് എന്ത്, ട്രാൻസ്ലേഷൻ. അതായത് ദ tRNA ക്യാരീസ് സ്പെസിഫിക്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുമ്പോൾ ആ ഓർഡർ ഒരു കറക്റ്റ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മാറ്റി പറഞ്ഞത്. ഓക്കെ, ദ ട്രാൻസ്ഫർ RNA ക്യാരീസ് അമിനോ ആസിഡ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ ദ മെസ്സേജസ് ഫ്രം ദ mRNA ദാറ്റ് റീച്ചസ് ദ റൈബോസോം ഫ്രം ദ ന്യൂക്ലിയസ്. ദ RNA ഓർ ദ റൈബോസോമൽ RNA വിച്ച് ഇസ് പാർട്ട് ഓഫ് എ റൈബോസോം കമ്പൈൻ അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. ഇതെന്ത് ചെയ്യും, പ്രോട്ടീൻസിനെ നിർമ്മിച്ച് എടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ പറയുന്ന സാധനമാണ് ഞാൻ നേരത്തെ സ്ലൈഡായിട്ട് തന്നത്. അതായത് ഇവൻ ആരാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവ ആരാണ്, ഇവ mRNA ആണ്. ഇവൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, കോഡ് കോപ്പി ചെയ്യുന്ന ജോലിയാണ് ഇവൻ്റെ. ഇവനെ കണ്ടാൽ തന്നെ അറിയാം, ഇവനാണ് മോൾ ഉണ്ടയും കൊണ്ട് വന്നതല്ലേ, ഇവൻ്റെ പേരെന്തുവാണ്, tRNA. ഇവൻ്റെ ജോലി എന്താ, ഡെലിവറി ബോയ് അല്ലേ. ഇവനാണ് ഡെലിവറി ബോയ് എന്ന് പറയുന്നത്. ഇതൊന്നും പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കല്, ഞാനിവിടെ നേരത്തെ തന്നിട്ടുണ്ട് സ്ലൈഡിനകത്ത്, നോട്ടായിട്ട് ടൈപ്സ് ഓഫ് RNA എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് തന്നെ അവിടെ എഴുതി വെക്കണം. അതിലും ഈ റെഡ് കളറിൽ കിടക്കുന്ന സാധനം ദേവി ഇതെന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്. അവസാനം ടീച്ചർ വല്ല വഴക്കും പറഞ്ഞാൽ എൻ്റെ പേര് പറയരുത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഇത്രയും മതി, ഇത്രയെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നെന്ത് പഠിച്ചു, പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയെന്ന് പഠിച്ചു. അതിനകത്ത് വരുന്ന ഈ RNA എന്തെന്ന് പറഞ്ഞു. RNAക്ക് മുമ്പ് നമ്മൾ എന്താ പഠിച്ചു, ജീൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ശരീരത്തിനകത്തുള്ള ക്രോമസോമുകളെ പറ്റിയിട്ടും പഠിച്ചു. ഓക്കെ അല്ലേ, സെറ്റല്ലേ. ഇനി നമുക്ക് ഗ്രിഗർ ജോൺ മെൻഡലിൻ്റെ പീ പ്ലാന്റ് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.